രുചിയേറിയ മത്സ്യവിഭവങ്ങൾ തീൻമേശയിലെത്തുന്നത് എങ്ങനെ? മത്സ്യത്തൊഴിലാളികളുടെ വിശേഷങ്ങളിലേക്ക്. എപ്പോ കൂടിയതാ ഇവരോടൊപ്പം? ഇന്നലെ ഉണ്ടായിരുന്നു. വന്നിട്ടും പോയി. ഇന്ന് കണ്ടപ്പോഴേക്ക് ഇന്നലെ വന്ന് വലിച്ചിട്ട് പോയപ്പോഴേക്ക് ഇന്നൊരു തോന്നല് വന്നേക്കാം. എവിടെയാ സ്ഥലം? ഞങ്ങൾ ശരിക്കും എറണാകുളത്തുനിന്ന്. കണ്ടെങ്ങനെ ഇതിൽ ആകർഷണീയ? കുമാരപുരത്ത്. ഇതിലെങ്ങനെ ചേർന്നത് ഇവരോടൊപ്പം? എന്റെ അപ്പൻ ഓൾറെഡി മത്സ്യത്തൊഴിലാളിയാണ്. അപ്പൊ കണ്ടപ്പോൾ ഒരു ഉത്സാഹം, ഒരു ഉത്സാഹം തോന്നിയതാണ്. വലിച്ച് കരയൊക്കെ എത്തിയപ്പോഴേക്കും കുറെ മീനൊക്കെ കണ്ടു. ഇന്ന് രാവിലെ ഇവരോടൊപ്പം കൂടിയപ്പോ എന്ത് തോന്നുന്നു? ഭയങ്കര ഹാർഡാണ് ഇവരെ പണി. ഓരോ മത്സ്യവിഭവങ്ങളും നമ്മളെ തീൻമേശയിലെത്തുമ്പോ പൈസ കൊടുത്ത് നമുക്ക് മേടിക്കാൻ സുഖമാണ്, വെട്ടി കറി ഉണ്ടാക്കാൻ സുഖമാണ്, കഴിക്കാൻ സുഖമാണ്. പക്ഷെ ഈ തൊഴിലാളികളുടെ ഒരു അവസ്ഥ ഇന്നലെ ഞങ്ങള് പിടിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ ഇന്നലെ തന്നെ എന്റെ കയ്യൊക്കെ അല്പം എതിർപ്പെട്ടപ്പോ തന്നെ ഇവരുടെ ഒരു ദുരിതം നമുക്ക് മനസ്സിലാവും. അറിയാം, കാരണം എന്റെ അപ്പച്ചൻ ഓൾറെഡി ഫോട്ടോ വെച്ചിൽ ചീനയിലേക്കാണ് വലിക്കണത്. പുള്ള കൈ കംപ്ലീറ്റ് ചെയ്താണ്. ഒരു 6 വയസ്സ് തുടങ്ങി വലിക്കുന്നതാണ്. ആങ്ങളേക്ക് വലയിട്ട് കുമ്പളേക്കല്. അപ്പൊ അറിയാം അതിന്റെ പരിപാടിയൊക്കെ മനസ്സിലായി. കണ്ടപ്പോ ഒരു ആവേശം. ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല എന്റെ ജീവിതത്തിൽ. ചൂണ്ടിടാനൊക്കെ പോയിട്ടൊക്കെ ഉണ്ട്. ഇത് വഞ്ചിവല. ഹാർഡാണ്. ഈ റോപ്പൊക്കെ വലിച്ച് കെട്ടണമെങ്കിൽ തന്നെ ഭയങ്കര പണിയാണ്. ഏതാണ്ട് ഒരു 10-60ഓളം പേരുണ്ടല്ലോ അവരുടെ. പുറത്തുനിന്ന് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കുറച്ചുപേര് അവരല്ലാതെ പുറത്തുനിന്ന് വന്നവരുണ്ട്. ഒരു ദിവസത്തെ ഇവരുടെ അധ്വാനമാണിത്. ആ അധ്വാനത്തിന്റെ ഫലം അവർക്ക് കിട്ടും. കുറവാണ് നാട്ടിലെ. പിന്നെ മത്സ്യം കുറവുള്ളൊരു കാലഘട്ടം. പൈസ കിട്ടുന്ന ശരിക്കും അല്ലാണ്ട് ഇടനിലക്കാര്, ലേലം വിളിക്കുന്നവര്, കച്ചവടക്കാരൊക്കെ. കുറവാണല്ലേ? രാവിലെ എത്ര മണിക്ക് പോയതാ? ഞങ്ങൾ രാവിലെ 4 മണിക്ക് ഇറങ്ങിയതാണ്. എപ്പോഴും വന്നു. ഞങ്ങൾക്ക് 2 വാട്ടിലുണ്ട്. ഇതിനകത്തൊന്നുമില്ല. ഇപ്പൊ മീൻ കുറവാണ് ശരിക്കും. മീന് ചില ലക്കി ചിലർ കിട്ടുന്നവർക്ക് 5-6 മുട്ട തോലിയൊക്കെ കിട്ടുന്നുണ്ട്. ഇത് എത്ര മുട്ട വരും? വരില്ല. നിങ്ങൾ എത്ര പേര് അധ്വാനിച്ച് രാവിലെ മുതൽ? 30 പേര് ഓടിക്കളഞ്ഞു. ഒന്നുമില്ലെന്ന് പറഞ്ഞു. അത് പിടിച്ചു കിട്ടാൻ പറ്റില്ല. ഒന്നും കിട്ടാനില്ല അതിനകത്ത്. ഇതാണ് അവസ്ഥ. ഇത് എത്ര ദിവസമായി ഈ ദുരിതാവസ്ഥ ഉണ്ടാകുന്നത്? 4 മാസമായി. മറ്റേ പുള്ളിസ്രാവൊന്നില്ലേ, അതിനുശേഷം ഉള്ള മീനൊക്കെ വലിച്ചു കൊണ്ടുപോയി. ഇത് മറ്റേ ബോട്ട് സർവീസ് അവരാണോ മീൻ അവരാ ഏറ്റവും കൂടുതൽ നാശം കൊണ്ടുപോകുന്നത്? സാധാരണക്കാർക്കും മത്സ്യത്തൊഴിലാളിക്കും മീനില്ല, ഒന്നുമില്ല. അവർ വരുമ്പോ ഈ സാധനങ്ങളെ കോരി എടുത്തോളല്ലേ, അവര് വലിച്ചോണ്ട് പോകും. അവർ ഗവൺമെന്റ് ഞങ്ങളെ നോക്കൂലല്ലോ. ഗവൺമെന്റ് അവരോടാണ്. അതെന്ന് വെച്ചാൽ ഇന്ന് ഈ കാണുന്ന ആധുനിക കാലഘട്ടങ്ങളിലൊന്നും ഇപ്പോഴും ഒന്നാണ്. ഇത് അപ്പന്റെ തലമുറയ്ക്ക് മുമ്പ് ഉള്ളതാണ്. പരമ്പരാഗതമായി ചെയ്ത മത്സ്യത്തൊഴിലാളികൾ. അപ്പൊ ഇവർക്ക് ഇപ്പൊ അപകടമായി. ഇപ്പം മെഷീനായി, യന്ത്രമായി, ടെക്നോളജിക്കെല്ലാം മാറി പോവുകയാണ്. മീൻ എവിടെ കൂടെ വന്നാലും കമ്പ്യൂട്ടർ റിമോട്ടിലേക്ക് നോക്കി ആൾ പിടിക്കുക, വലിച്ചോണ്ട് പോകുന്നു. നമുക്ക് അതൊന്നും കിട്ടത്തില്ല. നമ്മൾ അന്ന് വല ഇടുമ്പോൾ അതിനുള്ളിൽ കുടുങ്ങിയ സാധനം കിട്ടിയാലേ ആയി, ഇല്ലെങ്കിലില്ല. രാവിലെ ഒന്നില്ലാത്തതുകൊണ്ട് 10 പേരോളം പോയിക്കളാം. ഞാൻ ഇത്രയും പേര് വലിച്ചിട്ടും കിട്ടിയത് ഇത്രയും മത്സ്യം മാത്രമാണ്. 100 രൂപയിലും കിട്ടില്ല. കഷ്ടപ്പാട് അങ്ങനെയാണ്. ഇപ്പോഴങ്ങനെ കാണിച്ചാൽ നമ്മൾ ആരും കുറ്റം പറയാൻ പാടില്ല. ഒരു വീട്ടിൽ ചിലവിടെങ്കിൽ എങ്ങനെയാണ് കുറഞ്ഞത് 500 രൂപയെങ്കിലും വേണം. 2-3 കുട്ടികളുള്ള കുടുംബമല്ല അവർ ഇത് ഇട്ടത് വേറെ സ്ഥലത്ത് ഓടിക്കളയും. അപ്പം അങ്ങനെയാണ്. അതിലിപ്പോൾ രാവിലെ വന്ന് ഒന്നില്ലാത്തതുകൊണ്ട് 10 പേര് ഓടിക്കളയും. അതൊന്നും കുറ്റം പറയാൻ പാടില്ല. അപ്പം ഞങ്ങൾ കിട്ടിയെങ്കിൽ ദൈവം ഞങ്ങൾ തന്നെങ്കിൽ ഞങ്ങൾ ഈ 20 പേര് കൊണ്ടുപോകും. ഇതിപ്പോ ഒന്നുമില്ല, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഒന്നുമില്ല. രാവിലെ മുതൽ വലിച്ചതല്ലേ?
ഇതിപ്പോ എത്ര മാസമായി ഇങ്ങനെ ബുദ്ധിമുട്ട്? ഒരു 6-7 മാസമായി. 6-7 മാസമായി. വേണോ രാവിലെ തുടങ്ങിയാണ്? അത് രാവിലെ 7 മണിക്ക് 6 മണിക്ക് തുടങ്ങിയത്. എത്ര പേരുണ്ട് ഇതിനകത്ത്? 30 പേരുണ്ട്. 30ഓളം പേരുണ്ട്. വല എറിഞ്ഞിട്ട് വിളിക്കുന്നതാണ്. അതറിഞ്ഞിട്ട് മീൻ പിടിക്കാണ്. ഇതിന് ഏകദേശം എത്താറായെങ്കിൽ 15 മിനിറ്റിൽ ഇങ്ങ് എത്തിച്ചേരും. അടുത്ത പ്രോസസ് എന്താണ്? ഇത് കഴിഞ്ഞിട്ട് വന്ന് എത്തിച്ചേർന്ന അവിടെ എത്തിച്ചേർന്നിട്ട് ഞങ്ങളെ വീട്ടിൽ ഇതിന് ലേലം വിളിച്ചു കൊടുക്കുമോ? മീനിനെ ലേലം ചെയ്ത് കൊടുത്തിട്ട് പോകും. ഇന്ന് തന്നെ കൊടുക്കും. വെള്ളം കിട്ടിയോ? മീൻ വെള്ളം കിട്ടിയോ? മീനൊന്നും കിട്ടിയില്ല. എത്ര മാസമായി ഈ ദുരിതം തുടങ്ങിയിട്ട്? 6-7 മാസമായി. കഷ്ടപ്പെട്ടിട്ട് 10 രൂപ കിട്ടുന്നില്ല. വല്ലാത്ത അവസ്ഥ.
വല്ലാത്ത അവസ്ഥ. ആൾക്കാർ വളരെ ക്ഷീണിച്ചു. ഇതിപ്പോ വളരെ കുറച്ചല്ലേ ഉള്ളൂ മീന്, ഒന്നും കിട്ടൂല. ഇത് വണ്ടുകൂലി തികയില്ല. നിങ്ങൾ എത്ര പേരുണ്ട്? 10-30 പേരില്ലേ? 30 പേരുണ്ട്. 30 പേർക്ക് കൂടെ മണിക്കൂറുകളുള്ള അധ്വാനത്തിൽ ഇത്രയും മീനാണ് കിട്ടിയത്. അത് ഞമ്മക്ക് 1 രൂപയും കിട്ടും. 1 രൂപ വണ്ടിക്കൂലിയായിട്ട് പോകും. അത് വണ്ടിക്കൂലിയും തികയില്ല. വളരെ ബുദ്ധിമുട്ടായി. വലിയ പ്രതീക്ഷയിലാണ് ഇത് കിട്ടുന്നത്. കുടുംബമൊക്കെ എങ്ങനെ കഴിയുന്നു? ഇങ്ങനെ പോണു. കുറച്ച് സഹായിച്ച് എങ്ങനെ പോണു. എന്ത് ചെയ്യാൻ പറ്റും? കിട്ടിയാലേ കൊണ്ട് കൊടുക്കാൻ പറ്റും. പിന്നെ അവിടെ നിന്നൊക്കെ കടം മേടിച്ച് നമ്മളങ്ങനെ കഴിഞ്ഞു പോകും. സർക്കാരിൽ നിന്ന് എന്തെങ്കിലും സഹായം തരുന്നുണ്ടോ? അങ്ങനെ ഒന്നുമില്ല. മനുഷ്യത്തൊഴിലാളിയല്ലേ, നമുക്കുണ്ട്. അവർക്ക് മാസം വിട്ട് എന്തെങ്കിലും 1000-1200 അതുകൊണ്ട് എന്താ ഒന്നും ഉണ്ടാവില്ല. അതിരാവിലെ മുതലുള്ള അധ്വാനത്തിന്റെ വിഹിതമാണ് നമ്മൾ കണ്ടത്. ദുരിതം ഏറെയുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക്. മാസങ്ങളായി ഈ ദുരിതമെന്ന് അവർ പറയുന്നു. എന്തു ചെയ്യും ഇവർ? കണ്ണു തുറക്കൂ സർക്കാരെ. സീസൺ 2 2024. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആശ്രയ സമ്മാന പെരുമഴയുടെ സീസൺ 2 2024 ഓഗസ്റ്റ് 25 ഞായറാഴ്ച പ്രമുഖരുടെ സാന്നിധ്യത്തിൽ തിരിതെളിയിക്കുന്നു. ആശ്രയ സമ്മാന പെരുമഴ സീസൺ 1-ൽ വിഘ്നേശ്വര ഗ്രാനൈറ്റ്സ് ഉടമയും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു. അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ 100 പേരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള ഭാരിച്ച ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2-ൽ ഏറ്റെടുക്കുന്നു. VMTV ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള ഉറച്ച പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2 എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു. ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും VMTV ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം.